ഒരു ഗ്രാമത്തിൽ 3 ആട്ടിൻകുട്ടികളുണ്ടായിരുന്നു. അവർ മൂവരും സഹോദരങ്ങളായിരുന്നു. സന്തോഷത്തോടെ ഒത്തൊരുമിച്ചവർ ജീവിച്ചു പോവുകയായിരുന്നു. പെട്ടെന്നൊരു ദിവസം അവരെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് അവരുടെ താമസ സ്ഥലത്തേക്ക് ഒരു ചെന്നായ് വന്നെത്തി. ചെന്നായെ കണ്ടതും അവർ വളരെയധികം ഭയപ്പെട്ടു. തങ്ങളെ അവൻ ഭക്ഷിക്കുമെന്ന് അവർ പരസ്പരം ഭയന്നു. എന്താണ് അവനിൽ നിന്ന് രക്ഷപ്പെടാനൊരു മാർഗമെന്ന് അവർ പരസ്പരം ആലോചിച്ച് അവരൊരു പുതിയ താമസ സ്ഥലം കണ്ടെത്തി. അത് കണ്ടതും അവർക്ക് വളരെയധികം സമാധാനമായി. അവിടെ സുരക്ഷിതരായി കഴിയാമെന്ന് അവർ വിചാരിച്ചു. പക്ഷേ അവരുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ആ സ്ഥലവും ആ ചെന്നായി കണ്ടെത്തി. ഒരു ദിവസം പമ്മി അവൻ ആ താമസ സ്ഥലത്തേക്ക് എത്തി. പെട്ടെന്ന് അവനിൽ നിന്ന് രക്ഷ നേടാൻ അവർക്ക് മൂവർക്കും ഒരു ഐഡിയ തോന്നി. ചെന്നായി കുറേ നേരം വാതിൽ തട്ടി നോക്കി. കൈകൊണ്ടും തലകൊണ്ടും കാലുകൊണ്ടും എല്ലാം തട്ടി നോക്കിയിട്ടും വാതിൽ തുറക്കുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ ശരീരം വേദനിച്ചത് മാത്രം മിച്ചം. അവസാനം അവൻ പുരപ്പുറത്തേക്ക് കയറി ചിമ്മിനിക്കുള്ളിലൂടെ അകത്തേക്ക് കയറുവാൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ ചിമ്മിനിക്കുള്ളിലേക്ക് കയറി. ഉടൻ തന്നെ താഴെ വിറകുകൾ കൂട്ടി അവർ മൂവരും തീയിട്ടു. ഇത് ചെന്നായി അറിയുന്നുണ്ടായിരുന്നില്ല. അവൻ പൊടുന്നനെ താഴേക്ക് വീണതും തീയുടെ മുകളിലേക്കാണ് ചെന്ന് വീണത്. ദേഹമാസകലം പൊള്ളിയ അവൻ നിലവിളിച്ചുകൊണ്ട് വാതിലും പൊളിച്ച് പുറത്തേക്കൂടി. അങ്ങനെ ചെന്നായിൽ നിന്ന് രക്ഷപ്പെട്ട ആട്ടിൻകുട്ടികൾ സന്തോഷത്തോടെ ജീവിച്ചു. എതിരാളികളെ ശക്തി കൊണ്ടല്ല ബുദ്ധി കൊണ്ടാണ് തോൽപ്പിക്കേണ്ടത് എന്നൊരു ഗുണപാഠമാണ് നമുക്ക് ഈ കഥയിൽ നിന്ന് ലഭിക്കുന്നത്.